പ്രമേഹം ഒരു പാരമ്പര്യ രോഗമാണോ? ഒരു ഫാമിലിയിൽ ഫാദർ ഡയബറ്റിക് ആണെങ്കിൽ ആ ഫാമിലിയിലത്തെ പെൺകുട്ടികൾക്കാണ് ഡയബറ്റീസ് വരാൻ ചാൻസ് വളരെ കൂടുതൽ. അതുപോലെ തന്നെ മദർ ഡയബറ്റിക് ആയിട്ടുള്ള ഫാമിലിയിൽ ആൺകുട്ടികളാണ് റിസ്ക് കൂടുതലുള്ളത്, ആൺകുട്ടികൾക്കാണ്. ഇങ്ങനെയാണ് ഒരു ഡയബറ്റീസിന്റെ ഇൻഹെറിറ്റൻസ് പാറ്റേൺ പോകുന്നത്. ഇപ്പം ഫാദേഴ്സ് അല്ലെങ്കിൽ അച്ഛന്മാർ ഡയബറ്റിക് ആയ ഫാമിലിയിൽ പെൺകുട്ടികൾക്ക് അവരുടെ പെൺമക്കൾക്ക് ഇൻസുലിൻ ഹോർമോൺ റെസിസ്റ്റൻസ് വരാനും അത് ഒരു ഭാവിയിൽ PCOD ഡെവലപ്പ് ചെയ്യാനും ചാൻസ് ഉണ്ട്. PCOD, ഒബീസിറ്റി പോലത്തെ അസുഖങ്ങളൊക്കെ തന്നെ ഈ ഒരു പാറ്റേണിൽ കൂടെ പോകുന്നത്. ഫാദർ ടു ഡോട്ടർ, മദർ ടു സൺ, ഇങ്ങനെയാണ് അതിന്റെ പാറ്റേൺ പോകുന്നത്. അപ്പൊ നമ്മൾ ഒരു ഫാമിലിയിൽ ഒരു ഫാദറിനോ മദറിനോ ഇത്തരം അസുഖങ്ങൾ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് ഈ ഒരു ടെൻഡൻസി വരാതിരിക്കാൻ, അല്ലെങ്കിൽ മക്കൾ അടുത്ത് തന്നെ ഡയബറ്റിക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലൈഫ് സ്റ്റൈലിൽ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ, ഡയറ്റിലൊക്കെ മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമുക്കത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പൊ ഡയറ്റിൽ ഷുഗർ കംപ്ലീറ്റ് ഒഴിവാക്കുക, കാർബോഹൈഡ്രേറ്റ് ഇൻടേക്ക് കുറയ്ക്കുക, അതുപോലെ തന്നെ പ്രോട്ടീന്, അതുപോലെ ഗുഡ് ഫാറ്റ്, ഫൈബർ കണ്ടന്റ്, ഇതൊക്കെ അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക, ഡെയിലി എക്സസൈസ് ചെയ്യുക. ഇത്തരം ചേഞ്ചസ് ഒക്കെ വരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫ്യൂച്ചറിൽ ഇവർക്ക് ഡയബറ്റീസ്, ഒബീസിറ്റി, PCOD പോലത്തെ അസുഖങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത് കുറക്കാൻ വേണ്ടി പറ്റും.